അകലില്ല നീ, മറക്കില്ല നീ, തുണയേകിടും അനുദിനം നീയോ. അകലില്ല നീ, മറക്കില്ല നീ, തുണയേകിടും അനുദിനം നീ. എന്നുള്ളം പാടുന്നേ, എന്നുള്ളം വാഴ്ത്തുന്നേ, യേശുവേ യേശുവേ നാഥനേ നാഥനേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ. വോയിസ് ഓഫ് ലവില് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 8:5-6 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. ആമേൻ. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന വാക്ക് ചിലത് കാണാൻ തുടങ്ങുകയാണ്. ആമേൻ. ചിലത് തുറന്ന് കാണാൻ പോവുകയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു ദൈവപ്രവൃത്തികൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചില സൈൻ പോലെ ചിലത് കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. വലിയൊരു മഴ പെയ്യുന്നതിന് മുമ്പ് ഏലിയാവ് കൈപ്പത്തി പോലെ ഒരു മേഘം കണ്ടു. ഹല്ലേലൂയ. മിസ്രയീമിൽ ഒരു വലിയ ദൈവ പദ്ധതികൾ നടക്കുന്നതിന് തൊട്ടു മുമ്പ് സിനായ് മലയിൽ ആ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശ ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ചില കാഴ്ചകൾ ചില തുടക്കത്തിന്റെ കാഴ്ചകളാണ്. ആമേൻ. നിങ്ങൾ കേൾക്കുന്ന ചില വചനങ്ങൾ, നിങ്ങൾ കാണുന്ന ചില വചനങ്ങൾ ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ടായിരിക്കാം ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നത്. ഇതൊരു സൈനാണ്. വചനം പറയുന്നു, പർവ്വത ശിഖരങ്ങൾ കാണാൻ തുടങ്ങി. അത് ശരിക്കും കാണാൻ നോഹ പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്നു. ഈ കിളിവാതിൽ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സ്പിരിച്വൽ അർത്ഥമുണ്ട്. അത് പ്രാർത്ഥനയുടെ ഒരു തലമാണ്. ദാനിയേൽ കിളിവാതിൽ തുറന്നു പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നാൽ പ്രതീക്ഷകളുടെ ചില കാഴ്ചകൾ കാണാൻ തുടങ്ങും. ഞാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് പറയുന്നു, ഇന്നലെ വരെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും കാണാനില്ലായിരുന്നു. രക്ഷപ്പെടാനൊരു മാർഗം കാണാനില്ലായിരുന്നു, വിടുവിക്കപ്പെടാനൊരു മാർഗം കാണാനില്ലായിരുന്നു. എന്നാൽ ഇനി ചിലത് കാണാൻ തുടങ്ങിയാണ്. ദാവീദിന്റെ കുടുംബത്തെ മുഴുവൻ അമാലേക്കർ പിടിച്ചോണ്ട് പോവുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതിരിക്കുമ്പം വഴിയാത്രയിൽ ഒരു അമാലേക്കൻ മുറിഞ്ഞു കിടക്കുന്നത് കണ്ടു. ആ ഒരൊറ്റ കാഴ്ചയാണ്, ആ മനുഷ്യനിലൂടെയാണ് ദാവീദ് ശത്രുപാളയത്തിലെത്തുകയും തൻ്റെ കുടുംബത്തെ മുഴുവനും തിരിച്ചു പിടിക്കുകയും ചെയ്തത്. ചിലത് നിങ്ങൾ കാണുന്നുണ്ടോ? അത്ഭുതമാണ്. കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ചിലത് കാണാൻ പോവുകയാണ്. ചില ഡ്രീംസ് നിങ്ങൾ കാണാൻ പോവുകയാണ്. ചില ദൈവ മനുഷ്യരെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ചില വചനം നിങ്ങൾ കാണാൻ പോവുകയാണ്. സ്തോത്രം. ചില ആത്മീയമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ചിലത് കാണാൻ വേണ്ടി തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. ചിലത് കാണാൻ തുടങ്ങുന്നു.
നിങ്ങളുടെ ലൈഫ് പച്ചപിടിക്കാനുള്ള ചിലത് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. നിങ്ങൾക്കിന്ന് പകൽ ഇത് വിശ്വസിച്ച് യാത്ര ചെയ്തോ. ഇന്നലെ വരെ ഒന്നും കണ്ടില്ലെങ്കിൽ ചിലത് കാണാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർ ഇന്ന് പകൽ മുഴുവൻ ചില അത്ഭുതങ്ങൾ കാണട്ടെ. ഇന്ന് മുതൽ അവരുടെ ജീവിതത്തിൽ ചില അതിശയങ്ങൾ അവർ കാണട്ടെ, ചില അടയാളങ്ങൾ അവർ കാണട്ടെ. അവളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന എല്ലാ പ്രശ്നങ്ങൾ മാറട്ടെ. കർത്താവ്, അത്ഭുതകരമായ വാതിലുകൾ അവർക്കായി തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ കിളിവാതിൽ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ഉയർന്ന തലങ്ങൾ അവർക്കുണ്ടാവട്ടെ. ചില അത്ഭുതങ്ങൾ അവർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവേ, ഞങ്ങള് കുടുംബമായിട്ട് ഒരിക്കൽ കൂടെ കുടുംബമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ലൈഫിൽ ചിലത് കാണാൻ തുടങ്ങുന്നതിനായി സ്തോത്രം. കർത്താവെ, ഒരു പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലത്ത് ചില ഫോൺ കോളുകൾ ഇവർക്ക് വരട്ടെ. ചില ജോലി വഴികൾ അവർക്കായി വരട്ടെ. ചില നല്ല ബന്ധങ്ങൾ അവർക്കായി വരട്ടെ. ഇനി അവർ അടഞ്ഞ് പൂട്ടിയിരിക്കരുതേ, അവർ തുറന്നു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവരെ ചില അത്ഭുതങ്ങളിലേക്ക് കയറ്റി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ അവരുടെ കുടുംബത്തിൽ പോയി അവരുടെ കൂടെ അവരിൽ ഒരാളായി അവരുടെ ഉയർച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ചിലത് കാണട്ടെ. ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്, ഭയങ്കര ലക്ഷ്യങ്ങളുണ്ട്, പക്ഷെ അതിനുള്ളൊരു സാധ്യതയും കാണാത്തവരാണിവർ. എന്നാൽ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ അവർ ചിലത് കാണട്ടെ. അവർ ചിലത് കാണാൻ വേണ്ടി ഈ വചനം അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. ചിലത് നിങ്ങൾ കാണും. ചില പ്രതീക്ഷകൾ, അത്ഭുതത്തിന്റെ ചില കാഴ്ചകൾ കാണും. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.